വേണ്ട രാവിലെ തന്നെ പാറ കിച്ചണിൽ എന്തൊക്കെയോ സാധനം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇതെന്ത് രാവിലെ ബുൾസ ഒരുപാട് കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുമെന്നൊക്കെയാ എല്ലാരും പറയുന്നത്. പിന്നെ ബുൾസ കഴിച്ചെന്നും പറഞ്ഞിട്ട് കൊളസ്ട്രോൾ കൂടുകയാണ്. നമ്മുടെ നാട്ടിൽ എല്ലാരും കൊളസ്ട്രോൾ ഒന്നും കഴിക്കണ്ടേ? വേണ്ട നോക്കി നമ്മളിപ്പോ ഈ ബുൾസ നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിലേ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നും വരാനൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ ഏതൊക്കെ ഉണ്ടെന്ന് അറിയോ? വൈറ്റമിൻ B12 ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റമിൻ D ഉണ്ട്, വൈറ്റമിൻ E ഉണ്ട്, വൈറ്റമിൻ K ഉണ്ട്. അങ്ങനെ ഒട്ടനവധി വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി രാവിലെ നമുക്ക് കിട്ടാനുള്ള കാൽസ്യത്തിന്റെ കണ്ടന്റ് ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ബോഡിയിൽ കിട്ടാനായിട്ട് ഇത് സഹായിക്കും. അപ്പൊ നമ്മുടെ ഈ എല്ലും പല്ലുകൾക്കും ഒക്കെ നല്ല ആരോഗ്യം ഉണ്ടാവാനൊക്കെ നമുക്ക് ഈ ബുൾസ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എന്താണോ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നത് ആ സാധനത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ വളരെ മോശമായിട്ടായിരിക്കും എല്ലാവരും ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനൊക്കെ ഇത് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് ഈ പറയുന്ന രീതിയിൽ മുട്ട കഴിക്കുന്നതുകൊണ്ട് ശരീരത്തിന് ദോഷമൊന്നുമില്ല. നമുക്ക് നല്ല രീതിയിൽ ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്നതിന്, അതുപോലെ തന്നെ രാവിലെ നല്ല ഉന്മേഷത്തോടൊക്കെ ഇരിക്കാൻ പറ്റത്തില്ലേ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിനൊക്കെ നമുക്ക് ഈ മുട്ട പതിവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതുകൊണ്ട് മുട്ടയുടെ പേരിലൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് പറയാം. അതുകൊണ്ട് നിനക്ക് ഇനിയിപ്പോ മുട്ട വേണോ വേണ്ടേ? എനിക്കൊരു മുട്ട വേണം.